ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ മൊറോക്കോയോട് ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നു. മൊറോക്കോ ശക്തമായ ഒരു ടീം തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം ബ്രസീലിൽ നിന്നും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രകടനം ലഭിക്കാത്തതിൽ ബ്രസീലിയൻ ആരാധകർ നിരാശരാണ്. നെയ്മർ ജൂനിയറുടെ വില അറിഞ്ഞ ഒരു മത്സരമായിരുന്നു ഇത്. അതായത് മധ്യനിരയിൽ നിന്നും ക്രിയേറ്റീവായ മുന്നേറ്റങ്ങൾ ഒന്നും തന്നെ വന്നിരുന്നില്ല. ത്രൂ ബോളുകളോ പാസുകളോ വന്നിരുന്നില്ല. നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച രൂപത്തിൽ ബ്രസീലിന് കളിക്കാൻ സാധിക്കുമായിരുന്നു എന്ന ഒരു അഭിപ്രായം പലർക്കിടയിലുമുണ്ട്. ഏതായാലും നെയ്മറെ കുറിച്ച് ഒന്ന് രണ്ട് വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ ഇന്നലെ പറഞ്ഞത് അടുത്ത ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അതായത് നെയ്മറോട് താൻ സംസാരിച്ചിരുന്നു, നെയ്മറാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞത് എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ നെയ്മറോട് സംസാരിച്ചിരുന്നു, അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇതാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. കാരണം ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് ഇതുവരെ നെയ്മർ ആരംഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷെ റൊമാരിയോ പറയുന്നത് രണ്ടാമത്തെ മത്സരത്തിൽ നെയ്മർ കളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതേസമയം മത്സരശേഷം ഫാബീഞ്ഞോ നെയ്മറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിക്കളത്തിനകത്തും പുറത്തും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാണ് ഫാബീഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ഞങ്ങളുടെ ലീഡറാണ്, അദ്ദേഹം റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഡോക്ടർ ഒന്നുമല്ല, കൂടുതലായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും നല്ല കണ്ടീഷനിലാണ് ഇപ്പോൾ നെയ്മർ ഉള്ളത്. നെയ്മർ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ്, കളിക്കളത്തിനകത്തും പുറത്തും പ്രധാനപ്പെട്ടവനാണ്. അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നു, താരങ്ങളുമായി സംസാരിക്കുന്നു. ലീഡർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രയും പെട്ടെന്ന് നെയ്മർ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഫാബീഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം എന്ന് തന്നെയാണ് ബ്രസീലിയൻ ആരാധകരുടെ ആഗ്രഹം. കാരണം ഇന്നത്തെ മത്സരത്തിൽ നല്ല ഒരു പ്ലേ മേക്കറുടെ അഭാവം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നെയ്മർ വന്നാൽ മാത്രമാണ് അതിനൊരു പരിഹാരമാവുക. എത്രയും പെട്ടെന്ന് നെയ്മർ ജൂനിയർ തിരിച്ചു വരേണ്ടത് ബ്രസീലിന്റെയും കാർലോ ആഞ്ചലോട്ടിയുടെയും ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.